കാരണം എന്താ പറയുക, നമ്മൾ സങ്കടപ്പെട്ടിരുന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാവില്ല. നമ്മളെ കൂടെ സങ്കടപ്പെടാൻ അധികാരം ഉണ്ടാവില്ല. ഇല്ല. കാരണം ഇപ്പോൾ എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ സങ്കടമാണെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾ ചിരിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെ ഇൻ്റർവ്യൂ ഞാൻ കാണുന്നത്. അതെ. എപ്പോഴും ഒരു സാഡായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് വരില്ല. അല്ലേ? അതെ. അങ്ങനെയല്ലേ? ട്രൂ, ട്രൂ. കാരണം നമ്മൾ ഒരാളെ കണ്ടാൽ പറയും അവൻ്റെ അടുത്ത് പോയാൽ അവൻ്റെ സങ്കടം എങ്ങനെയുണ്ട്. ആകെ ഡെസ്പാണ്. പക്ഷേ ചിരിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ പറയില്ലേ, ആ ചിരിയിലുണ്ട് ഭയങ്കര പോസിറ്റീവ് എനർജി, ആ ചിരി കാണാൻ ഭയങ്കര രസമാണെന്നൊക്കെ. അതേപോലെ നമ്മൾ സങ്കടപ്പെടാതെ ഉള്ളതിൽ ആനന്ദിക്കാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറാൻ ശ്രമിക്കുക. ഒരു പാട്ട് ഇപ്പൊ ഹന്നമോൾക്ക് വേണ്ടി പാടാൻ പറഞ്ഞ ഏത് പാട്ടാ പാടുക? അത് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പാടാനുള്ള പാട്ട് തന്നെയാണ്. അതും എനിക്കറിയാം. ആ, അത് പാടിക്കൊന്നു. കാണാൻ എന്നെക്കാളേറെ മുഞ്ചുള്ളോള്, എന്നാൽ എന്നെക്കാൾ എന്നെ പ്രേമിച്ചോള്, കൽവിൻ തെക്കേ അറ്റത്താണെന്നും ഇവള്, കാണാനും മാലാക, എൻ്റെ റുഹാനി മാലാക. ഇത് പറയുമ്പോഴാണ് ഞാൻ വേറെ കാര്യം ഓർക്കുന്നത്. എന്താ പറയുക, ഞാൻ FBയിൽ ഇവളെക്കുറിച്ച് എൻ്റെ മാലാക എന്ന് എനിക്ക് തോന്നുന്നു ഞാനാവും അങ്ങനെ ഒരു വേർഡ് കുട്ടികളൊക്കെ എഴുതി ഉം. അവളെ എവിടെ പോയി കഴിഞ്ഞാൽ ആളുകൾ ഹായ് മാലാക. ഉം. ഒരിക്കൽ UAE പോയപ്പോൾ അവിടുന്ന് ഒരു പാകിസ്ഥാന് പോലും അവളെ വിളിച്ചു വന്ന ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഓ. അപ്പോൾ പിന്നീട് പല ആളുകളും അവളെ അത് മാത്രം വിളിക്കാൻ തുടങ്ങി. ഇപ്പോഴും കമൻറ്റിൽ വരുന്നത് അങ്ങനെ, ഞങ്ങളുടെ മാലാക എന്ന്. അപ്പോൾ എൻ്റേത് മാത്രമാവാതെ എല്ലാവരുടെ ആളായിട്ട് മാറിയില്ല അന്നമോൾ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരിയെ ഹന്നമോള് ഒരു സെലിബ്രിറ്റി ആണല്ലോ. ആളൊരു പബ്ലിക് ഫിഗർ ആണ്. അവള് പെർഫോമൻസസിന് പോകാറുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടിരുന്നു ചേട്ടന്റെ കൂടെ ആണെങ്കിൽ ഇനോഗ്രേഷൻ ഒക്കെ പോകും വാപ്പയില്ലാണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെ പോവുകയൊക്കെ ചെയ്യുമല്ലോ. ഇത്രയും കാലമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഇക്ക. ഇക്കയുടെ മോളും അതുപോലെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അവളൊരു പെൺകുട്ടിയാണ്, വളർന്നു വരികയാണ്, ഇത്രയും പബ്ലിക്കിന്റെ ഇടയിലേക്കാണ് പോകുന്നത്. കുഞ്ഞാണ്, വലുതാവുന്നല്ലേ ഉള്ളൂ. അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? അല്ല, അവൾക്ക് കാരണം അവളുടെ ജീവിതത്തിൽ ഒരുപാട് വേറൊരാളെ ജീവിതത്തെ പഠിക്കേണ്ട കാര്യമില്ല. സത്യം. അവൾക്ക് തന്നെ ഉണ്ട് അവൾക്ക് തന്നെ ഉണ്ട്. എക്സ്പീരിയൻസസ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ പറയും. അതും അവൾ കേട്ട് വളർന്നുണ്ട്. അപ്പോൾ അപ്പോൾ അവളുടെ ജീവിതത്തിലെല്ലാം അവൾ പഠിച്ചു. അവൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ അതിജീവിച്ച് വരുന്ന ആളോട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. നാളെ അവൾ ലോകത്തോട് പറയും എന്തെന്ന്. വിധി എന്നത് പൊരുതാനുള്ളതാണെന്ന് പഠിപ്പിച്ചൊരു പിതാവിൻ്റെ മകളാണ്. അപ്പം അത് നാളെ കുറേ ആളുകൾക്ക് പ്രചോദനമായിട്ട് അവൾ സംസാരിക്കും ലോകത്തോട്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറ്.